ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കാണുന്ന പോലെ തന്നെ 4ാമത്തെ കീമോ മുതൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ കീമോ മുതൽ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ കൂടെ പിന്നെ റേഡിയേഷൻ്റെ കഷ്ടപ്പാടും, ഞാൻ ഈ ക്യാൻസർ രോഗം പിടിപെട്ടതിന് ശേഷം അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ട് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ 4ാമത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 3ാമത്തെ കീമോ വരെ ഭയങ്കര ഛർദിലായിരുന്നു. ഛർദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഞാൻ ഛർദിച്ചിട്ടില്ല. ഒന്നാമത് എനിക്ക് ഈ ഛർദിലെന്ന് പറയുന്നത് ഭയങ്കര എന്താ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു അസുഖമാണ്. കാരണം നമ്മൾ ആകെ ഇതായി പോകുന്നതല്ലേ, വീക്കായി പോകും. പിന്നെ നമ്മുടെ റിബ്സും കാര്യങ്ങളൊക്കെ നല്ല പെയിൻ വരും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തളർന്നു പോകും, ബോഡി വീക്കായി പോകും. അതുകൊണ്ട് എനിക്ക് ഛർദിലെന്ന് പറയുന്ന ഒരു സംഭവമേ എനിക്ക് പേടിയാണ്. എനിക്കാണ് ഇങ്ങനെ ആദ്യത്തെ 3 കീമോയിൽ ഭയങ്കര ഛർദിലും ഭയങ്കര പ്രയാസങ്ങൾ. ഈ ഛർദിൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഓരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വരും. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഞാൻ പറഞ്ഞായിരുന്നില്ല, എൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം അത് കംപ്ലീറ്റ് പിന്നെ നമ്മൾ ഫുൾ ഷേവ് ചെയ്തെടുത്തു തല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കീമോ എടുത്ത് 10 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കൗണ്ട് മുഴുവൻ കുറഞ്ഞു പോകും. കൗണ്ട് കുറഞ്ഞിട്ട് എൻ്റെ കൗണ്ടൊക്കെ 100-ലാണ് വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ തന്നെ കയറി വരുമ്പോൾ 21 ഡേയ്സിലൊരിക്കലാണ് കീമോ. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൗണ്ട് താഴോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ അത് മെല്ലെ കയറി വന്ന് 21 ഡേയ്സ് ആകുമ്പോൾ നോർമൽ കൗണ്ടിലെത്തിയതിനു ശേഷമേ അവർക്ക് കീമോ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ ഈ 10ാമത്തെ ദിവസം ആകുമ്പോൾ കീമോ കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം നമ്മുടെ കൗണ്ട് 100-ലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് എല്ലാ അസുഖങ്ങളും, റെസിസ്റ്റിംഗ് പവർ തീരെ ഇല്ലല്ലോ. പെട്ടെന്ന് പനി, ജലദോഷം, അങ്ങനെയുള്ള ആർക്ക് എന്തെങ്കിലും ചെറിയ ഒരു സിംറ്റം മറ്റുള്ളവരുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അവർക്കത് പ്രകടമാകത്തില്ല, നമ്മളിലോട്ടായിരിക്കും അത് വരുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത്, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഒരിക്കലും വിസിറ്റേഴ്സ് പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ആരും കേൾക്കത്തൊന്നുമില്ല. ഇങ്ങനൊരു അസുഖം എന്ന് കേട്ട് കഴിഞ്ഞാലായിട്ട് ഓടിപ്പാഞ്ഞ് വരികയും ചെയ്യും. അതിൻ്റെ ശിക്ഷ മുഴുവൻ അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. അങ്ങനെ 3ാമത്തെ കീമോ വരെ അത്രയും കഷ്ടപ്പെട്ടു. 4ാമത്തെ കീമോ ആയപ്പോഴത്തേല് അപ്പോൾ ഈ കീമോ എനിക്കുള്ള ഈ 10 ദിവസം കഴിഞ്ഞിട്ട് ഈ കൗണ്ട് തന്നെ കൂടി വരണമല്ലോ. എനിക്ക് തന്നെ കൂടി വരത്തില്ല. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, ഇങ്ങനെ മാതള നാരങ്ങ, പോമിഗ്രാനൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ, ആപ്പിള്, അങ്ങനെയുള്ള ഈ ബ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള കുറേ ഇതൊക്കെ കഴിക്കണം. അതൊക്കെ കഴിച്ചാലേ ബ്ലഡ് ഉണ്ടാവത്തുള്ളൂ എന്ന്. നമ്മളിതൊക്കെ കഴിച്ചു നോക്കി, പക്ഷെ ഒരു ഗുണവും ഇല്ലായിരുന്നു. അവസാനം പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം, കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്ന് രാത്രി ആവുമ്പോഴത്തേലും നമ്മുടെ ഈ ബാക്കിൽ ആ ഭാഗത്ത് വന്നിട്ട് ബോൺ മാരോ പൊട്ടിക്കഴിഞ്ഞിട്ട് ഈ സെൽസ് പുറത്തോട്ട് വരുന്നതാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രസവ വേദനയൊന്നുമല്ല, അത്രയ്ക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പെയിൻ. നമ്മളിങ്ങനെ കിടന്ന് വട്ടം ചുറ്റിപ്പോവും. ആ കണ്ടീഷനിൽ
എനിക്ക് അങ്ങനത്തെ 3 ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ടി വരും. എന്നാലേ എൻ്റെ കൗണ്ട് കയറി വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലരുടെ ബോഡി സെൻസിറ്റീവ് ആയിരിക്കും, ചിലരുടെ ബോഡി കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അപ്പം സെൻസിറ്റീവ് ബോഡീസിനാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയരുത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 3rd കീമോ കഴിഞ്ഞപ്പോഴത്തേല് വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൗണ്ട് കുറഞ്ഞു, 100-ലെത്തി. അപ്പോൾ എൻ്റെ മമ്മിയും എല്ലാവരും കൂടെ പറഞ്ഞു എപ്പോഴും ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് കേടാണ്. അവിടുത്തെ സിസ്റ്റേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RCCയിലെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സ് അല്ല, അവിടുത്തെ സിസ്റ്റേഴ്സും അവിടുത്തെ നഴ്സിംഗ് എയ്ഡ്സും പിന്നെ അവിടുത്തെ ക്ലീനേഴ്സുമാണ് ഏറ്റവും വലിയ ഡോക്ടേഴ്സ്. ഡോക്ടർമാർ പറയുന്നത് പോലെയൊന്നുമല്ല, ഇവർ പറയുന്നത് വേണം നമ്മൾ അനുസരിക്കാൻ. അപ്പോൾ മമ്മിക്കും ഇതുപോലെ കുറേ സിസ്റ്റേഴ്സിനെയൊക്കെ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മുമ്പ് കടയുള്ളത് കൊണ്ട് ആ കടയിൽ ഇങ്ങനെ ഈ RCCയിലുള്ള സ്റ്റാഫ്സ് ഒക്കെ വരുമായിരുന്നു. അങ്ങനെ മമ്മി എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതൊന്നും നല്ലതല്ല, നിങ്ങൾ ഈ മാതളമൊക്കെ അടിച്ചു കൊടുത്താൽ മതി, വെറുതെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതല്ല. എനിക്ക് മമ്മി ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കാതെ എനിക്ക് ഈ മാതളവും അതും ഇതും തന്നോണ്ടിരുന്നു. എൻ്റെ കൗണ്ട് കയറിയതുമില്ല. ഇത് നേരത്തെയുള്ള അനുഭവമാണ് എനിക്ക് കൗണ്ട് കയറാത്തത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ബോഡി ഓരോരുത്തരുടെയും ബോഡി വാരി ചെയ്യും, ഡിഫറെൻ്റ് അല്ലേ. അതുകൊണ്ട് എൻ്റെ എന്നിട്ട് 21 ദിവസമായിട്ട് കീമോ ചെയ്യാൻ പോകുമ്പോഴത്തേലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കൗണ്ട് കുറവ് വെച്ചിട്ട് അവരെനിക്ക് ഇഞ്ചക്ഷൻ കീമോ തന്നില്ല. അപ്പോഴ് എൻ്റെ മമ്മിയോട് ഞാൻ ചോദിച്ചു, ഇപ്പം സമാധാനമായോ? ഞാൻ എന്ത് പറഞ്ഞിരുന്നിരുന്നാലും ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കാതെ ഈ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ, ഇനിയും സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് കീമോ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, എന്നിട്ട് തിരിച്ച് പിന്നെയും വീട്ടിൽ വന്ന് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേല് കൗണ്ട് കൂടിയതിന് ശേഷമാണ് 4th കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4th കീമോ എന്ന് പറഞ്ഞപ്പോഴത്തേല് ഡോക്ടർ പറഞ്ഞു ഇനി ഛർദി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു, ഇനി ഛർദിക്കത്തില്ല. ആട്ട് പറഞ്ഞു കുറച്ച് പെയിൻ ഉണ്ടാവും ബോഡിക്ക്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ചെറിയ പെയിൻ അല്ലേ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു, എന്നാലും ഛർദിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരുന്നു കേട്ടോ. 4th കീമോ കഴിഞ്ഞു. ഒരു ആദ്യത്തെ 1-2 ദിവസം എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. 3ാമത്തെ ദിവസമായപ്പോഴേക്കും ബോഡി പെയിൻ കൊണ്ട് ഇങ്ങനെ, എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മള് ഈ എന്താ പറയുന്നത്, ഈ ഭീഷ്മരെയൊക്കെ ഈ ശരശയ്യയിൽ കിടത്തുന്ന ഒരവസ്ഥയില്ലേ, അതുപോലെ നമ്മുടെ ശരീരം മുഴുവൻ തുളച്ചു കയറുന്ന വേദന പോട്ടെ, അതിൻ്റെ കൂട്ടത്തില് പറ്റിയ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കീമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേല് നമ്മുടെ ചുണ്ട്, നാക്ക് മുതൽ നമ്മുടെ ഈ ഏനസ് വരെ, മലദ്വാരം വരെ ഉള്ള ഭാഗങ്ങൾ മുഴുവൻ അങ്ങ് വെന്തുപോയി. ഒരു തുള്ളി വെള്ളമോ ഒരു തുള്ളി എന്താ പറയുന്ന തുപ്പലൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല നാവില്. ഒരു തുള്ളി വെള്ളമോ ഇറക്കാൻ പറ്റാത്ത, കാരണം കംപ്ലീറ്റ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് അങ്ങ് വെന്തുപോയി. അത്രയും മോശം അവസ്ഥയായി. ചുണ്ടൊക്കെ നീല കളറായി, പിന്നെ നീര് വെക്കാനും തുടങ്ങി ശരീരം. ആശുപത്രി കൊണ്ടുപോകുന്നു, കാണിക്കുന്നു, എന്ത് ചെയ്യാനാണ്? അവര് കുറച്ച് പെയിനുള്ള ഇഞ്ചക്ഷൻ തരും, ഇതാകും. പക്ഷെ നമുക്ക് നാവിൽ വെച്ചിട്ട് ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, ഒരു ടേസ്റ്റ് അറിയത്തില്ല. കാരണം നാവ് മുഴുവൻ ഇങ്ങനെ വെന്തിരിക്കുക, സംസാരിക്കാൻ പറ്റത്തില്ല, വായധികം തുറന്ന് ഇതാക്കാൻ പറ്റില്ല, മറ്റുള്ളവരോട് കൈയും കാലും വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കാം. അത്രയും തളർന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ അല്ല എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്.
അത്രയും മോശം അവസ്ഥയായിരുന്നു 4th കീമോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് 5th കീമോ ആയപ്പോഴത്തേലും ഇത് കൂടി. കാരണം ഓരോ കീമോ, അപ്പൊ ഞാൻ 4th കീമോയ്ക്ക് ഇങ്ങനെ പോയി ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു 10% എങ്ങാണ്ട് എൻ്റെ കീമോയില് കുറച്ച് മെഡിസിൻസിന്റെ ആ ഒരു ഇത് വാല്യൂ ഒരു 10% എങ്ങാണ്ട് കുറച്ചു. കാരണം ബോഡി ടോളറേറ്റ് ചെയ്യണമല്ലോ, ഇത്രയും ഹെവി ആയപ്പോൾ ബോഡി ടോളറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരൊരു 10% കുറച്ചിട്ടാണ് പിന്നെ ചെയ്തത്. എന്നിട്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല. ബാത്റൂമിൽ എന്ത് ചെയ്തിരുന്നാലും പോകത്തില്ല. കാരണം അവിടെയൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുമല്ലേ, എങ്ങനെ പോകാന്. 7 ദിവസം 8 ദിവസമൊക്കെ ആയതിനു ശേഷം ഇനിമ വെച്ചു, അവര് വേഗം മരുന്ന് തന്നു. എന്തൊക്കെ ചെയ്തിട്ടും മോഷൻ പോകുന്നില്ല. മോഷൻ പോകാതിരിക്കുമ്പോഴത്തേലുള്ള വയറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ എൻ്റെ കഷ്ടപ്പാടുകൾ ഓർത്തു കഴിഞ്ഞാലായിട്ട് എനിക്ക് തന്നെ ഇപ്പം അത്ഭുതം തോന്നും, ഞാൻ തന്നെയാണോ ഇതൊക്കെ സഹിച്ചതെന്ന്. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ഒരു ആന്റി കാണാൻ വന്നിരുന്നു. ആ ആന്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ഈ നമ്മളുടെ ഈ വേദനകളെല്ലാം ദൈവത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയ വേദനയാണെങ്കിൽ പോലും ദൈവം നമ്മളുടെ ഓരോ സഹനവും സ്വീകരിക്കും. അപ്പം നീ ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും ലോക നന്മയ്ക്കുമായിട്ട് നിന്റെ ഈ വേദനകൾ സമർപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ആ വേദനകൾ, എനിക്ക് വരുന്ന വേദനകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്കും വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ആ ഒരു വേദനയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നു. എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമുള്ളതല്ല, എന്നാലും എനിക്ക് സഹിക്കാം എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു തുടങ്ങി. അതുവരെ പിന്നെ 5ാമത്തെ കിടന്ന കിടപ്പാ, ബെഡ് റിഡൻ ആണ്, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ അവിടെ കിടന്ന് എപ്പോഴും ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ എന്നെ കാണാൻ വന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ കാണാൻ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യമാരൊക്കെ പൊട്ടിക്കരച്ചിലായിരുന്നു. കാരണം അത്രയും ആക്റ്റീവായിട്ട് നടന്ന ഞാനാണ്. ഞാന് മുടിയുമില്ല, ഒന്നുമില്ല, കിടന്ന കിടപ്പിൽ കൈയും കാലും അനക്കാൻ വയ്യാതെ, കണ്ണുപോലും തുറക്കാൻ പറ്റാതെ കിടക്കുന്ന എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവരൊക്കെ കരഞ്ഞുകൊണ്ടാ തിരിച്ചു പോയത്. ഈ അവസ്ഥയിൽ ചേച്ചിയെ കാണണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട്. അത്രയ്ക്ക് ഒരാൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പേര് വരും. അപ്പം ബൈസ്റ്റാൻഡേഴ്സിനെ അല്ലാതെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ രോഗം വരുമ്പോഴത്തേലും എവിടുന്നേലും ഒക്കെ അതുവരെ നമ്മളെ കാണണ്ടാത്തവരും അപ്പോഴാവുമ്പോഴത്തേലും നമ്മളെ കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, വരും. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് ദൂര സ്ഥലത്തു നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വരാം. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇവരെ ഒന്നും. അവര് എന്നെ കാണാൻ വേണ്ടി വരാൻ പോയപ്പോ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് ഇൻഫെക്ഷൻസ് വരും, ഈ ആൾക്കാരെ അകത്ത് കടത്തി വിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് സഹതാപമാണ് എല്ലാവരോടും. അവസാനം മമ്മി എന്നിട്ട് അവരോട് പറഞ്ഞു, പറ്റത്തില്ല, അവളുടെ ഇത് ഇപ്പൊ കണ്ടീഷൻ മോശമാണ്, ഇൻഫെക്ഷൻസ് വരും, നിങ്ങൾക്ക് അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ആ മമ്മിയോട് പറയുവാണ്, ഇപ്പോഴല്ലേ കാണുന്നെങ്കിൽ കാണാൻ പറ്റുള്ളൂ, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് എന്താ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരിത്. അപ്പോഴും മമ്മിക്ക് സഹതാപം തോന്നി. മമ്മി ഉടനെ എന്നെ കാണിച്ചു കൊടുത്തു. എനിക്കാണേ ഈ സമയത്ത് നമ്മൾ ഈ വേദനകൾ കൊണ്ട് പൊളഞ്ഞു കിടക്കുന്നില്ല, ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരം അത്രയ്ക്ക് മാത്രം ഫൈറ്റ് ചെയ്യാണ് ഈ രോഗത്തിന് എതിരെയായിട്ട്. അപ്പോൾ അതിൻ്റെയും പിന്നെ മെഡിസിൻസിൻ്റെ ഇതും എല്ലാം കൊണ്ട് ഇങ്ങനെ ദേഷ്യം. എനിക്ക് എന്ത് മമ്മിയുടെ അടുത്ത് പറയണം എന്ന് അറിഞ്ഞിട്ട് ഇത്രയും മനസ്സിലാക്കുന്നില്ല എന്ന് ഓർത്തിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് കരഞ്ഞു തീർക്കും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു 5ാമത്തെ കീമോയും കഴിഞ്ഞു, അവസ്ഥ മോശമായി. 6ാമത്തെ കീമോയും ചെയ്തു. 6ാമത്തെ കീമോയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഞാൻ ഇത്രയും നീരൊക്കെ വെച്ച്, ശരീരം, മുഖം നീര്, ദേഹം നീര്, കയ്യും കാലും ഒക്കെ നീര്, എല്ലാം കൊണ്ട് നീര് കൊണ്ട് അങ്ങ് നിറഞ്ഞു. പിന്നെ
ഒന്നിനും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഈ സമയത്തും ഇത്രയും വയ്യാതിരുന്നിട്ടും ഞാൻ എഴുന്നേറ്റ് എൻ്റെ എനിക്കൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ആ സെർവൻ്റ് ആണെ ഒന്നിനും കൊള്ളത്തില്ല. അവരോട് എന്ത് ചെയ്യാൻ പറയാനും, വൃത്തി എന്ന് പറയുന്നത് ഒരു സംഭവം അവർക്ക് ഇല്ലേ ഇല്ല. ആ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലായിട്ട് അവര് നിന്നിട്ട് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എന്താ പറയുന്ന, ഒരു ദിവസം അപ്പത്തിന് അരച്ചു വെക്കാൻ പറഞ്ഞു. അരച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡ് അപ്പം ചൂടാൻ വേണ്ടി മാവ് കലക്കിയപ്പോഴുണ്ട് അതിൻ്റെ അകത്ത് 2 പല്ലി. അതോടുകൂടെ ഞാൻ നിർത്തി, ഇവരിവിടെ ഫുഡ് ഉണ്ടാക്കണ്ടായിരുന്നു. എന്നിട്ട് ഈ വയ്യാത്ത ഞാൻ എഴുന്നേറ്റ് തന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമല്ലോ. എനിക്ക് എല്ലാ കറികളും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് എൻ്റെ വായിക്ക് ടേസ്റ്റ് തോന്നുന്ന എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ, എന്നാലും എനിക്ക് കഴിക്കാനൊന്നും പറ്റൂല കേട്ടോ. പിന്നെ പിള്ളേരുണ്ട്, പിള്ളേർക്ക് പോണം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എത്ര നേരം എന്ന് വെച്ചിട്ട് കിടക്കും. ഇത്രയും നീരും ഇതും എല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ കുക്കിംഗ് ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ മമ്മിക്കും ഡാഡിക്കും വയ്യാത്തവരാണ്. അവർക്ക് രണ്ടുപേർക്കും ഈ കുക്കിംഗ് ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അനിയൻ്റെ വൈഫാണെ പ്രസവിച്ചിട്ട് കൈക്കുഞ്ഞായിരുന്നു. അപ്പൊ അവളെ കൊണ്ടും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു സെർവൻ്റ് ആയിരുന്നു. ആ സെർവൻ്റാണ് ഇങ്ങനെ നമുക്ക് ദോഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സെർവൻ്റ്. പിന്നെ അവർ ക്ലീനിങ്ങിന് മാത്രം അവരെ നിർത്തി. പിന്നെ ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ഫുഡൊക്കെ പിന്നെ 6 കീമോ കഴിഞ്ഞിട്ടും ഞാൻ ഇതാക്കി. അപ്പോഴേക്കും കീമോയുടെ ഈ അവസ്ഥയിൽ എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് വരുവാണ്. അങ്ങനെ 6ാമത്തെ കീമോയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് കംപ്ലീറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വെന്തു പോയിട്ട് എനിക്ക് പിന്നെ ഒന്നും ഇതാക്കാൻ പറ്റാതെ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വന്ന് വയറൊക്കെ കയറി നെഞ്ചും വരെയും ഇങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോയിലും കൂടെ ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്യാസ്ട്രോയിൽ ഒരു ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കീമോയും കൂടെ ഇയാളുടെ ശരീരത്തിൽ തരുവാണെങ്കിൽ ഇയാൾ ഇനി ജീവിക്കില്ല, അത്രയും മോശം കണ്ടീഷനാണ്. പിന്നെ അവിടുന്ന് ഡോക്ടറുടെ മരുന്നുകളും ഒക്കെ തന്ന് ഇങ്ങനെ, പക്ഷെ വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം അത്രയും സിവിയർ ആണ്. അപ്പം തരുന്ന എല്ലാ മരുന്നിനെയും എന്താ പറയുന്നത്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാനുള്ള കഴിവ് നമ്മുടെ ഈ രോഗത്തിന് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബോഡി ചെന്നിരിക്കുന്ന ആ കീമോയ്ക്കും ഉണ്ട്. അതുകൊണ്ട് എന്ത് മരുന്ന് തന്നാലും ഒരു വ്യത്യാസവും ഇല്ല. എന്നാലും ഡോക്ടർ പറഞ്ഞു, ഇതാക്ക്, ഇനി ഒരു കീമോയും കൂടെ ഇയാളുടെ ശരീരത്തിൽ എടുക്കാനായിട്ട് സമ്മതിക്കരുത്, എങ്കിൽ ഇയാള് ഉറപ്പായിട്ടും ഇയാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്രയ്ക്ക് കണ്ടീഷൻ മോശമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് പറയും, എന്താ പറയുന്ന, കുറച്ച് ഈ മുള്ളാത്ത, പിന്നെ ലക്ഷ്മി തരു, പിന്നെ ഈ മാതളം, ഇങ്ങനെയുള്ള ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലായിട്ട് 2 കീമോയ്ക്ക് 2 കീമോയുടെ ബലം ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമില്ല. മമ്മിയാണ് നിർബന്ധിച്ച് ഇത് കഴിപ്പിക്കാനിരിക്കും. അവസാനം ഞാൻ പോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മെഡിക്കൽ ഡോക്ടർ നല്ല ഡോക്ടറാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം, പുള്ളി പറഞ്ഞു തരും. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നു, എന്നെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കുന്നു, എനിക്കിത് കഴിക്കാൻ ഇഷ്ടമല്ല, ഇതൊക്കെ കഴിച്ചാൽ ഇങ്ങനെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് വരെ ലക്ഷ്മി തരു കഴിച്ചിട്ടോ, മുള്ളാത്ത കഴിച്ചിട്ടോ, അല്ലെങ്കിൽ മാതള നാരങ്ങ മീൻസ് പോമിഗ്രാനൈറ്റ് കഴിച്ചിട്ടോ ക്യാൻസർ മാറിയ ചരിത്രം ഇയാൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആൾക്കാർ റൂമേഴ്സ് ഉണ്ടാക്കി വിടുന്നതാണ്. ക്യാൻസറിൻ്റെതായ മരുന്ന് തന്നെ കഴിക്കണം, അല്ലാതെ വേറെ ഒരു ട്രീറ്റ്മെന്റ് ഇതിന് സബായിട്ട് ഇങ്ങനെയുള്ള മുറി വൈദ്യങ്ങൾ എന്ന് പറയത്തില്ല, അങ്ങനെയുള്ളത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പിന്നീട് അനുഭവിക്കും. അതുകൊണ്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ഇയാൾ ഫോളോ ചെയ്യുക, അതിൽ വിശ്വസിക്കുക, ഇയാളുടെ ഡോക്ടറെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴാണ് ശരിക്കും എനിക്ക് സമാധാനമായത്. ഇപ്പോഴും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, ഈ മുള്ളാത്ത ലക്ഷ്മി തരു
ഈ പോമിഗ്രാനേറ്റ് ഇതൊന്നും കഴിച്ചത് കൊണ്ട് നമ്മുടെ അതൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ നമ്മുടെ അസുഖം പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു 6ാമത്തെ കീമോ കഴിഞ്ഞ് ഡിസംബറിലായിരുന്നു കഴിഞ്ഞത്. ഡിസംബർ ഒരു 12 തീയതി എങ്ങാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ മാസം ജനുവരി 3-ാം തീയതി ആയിരുന്നു എനിക്ക് സർജറി. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തിരുന്നതൊക്കെ എന്ന്. എന്നിട്ട് സർജറി പോസ്റ്റ് ചെയ്തു. സർജറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവര് ഇങ്ങനെ ഇവിടുന്ന് ഒരു ഡ്രെയിൻ പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മുഴുവൻ അതിൽ കൂടെ കളക്ട് ചെയ്ത് താഴെ ഒരു ഒരു പാത്രം, അതിൻ്റെ പേരൊക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് കളക്ട് ചെയ്യുന്ന ഒരു ബാഗ് അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണെങ്കിൽ വെയിറ്റും ഉണ്ട്. കാരണം നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ അത് അതിന്റെ ആ ഒരു ട്യൂബ് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം നടക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഇളകിപ്പോവും. അപ്പോൾ സർജറി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. കാരണം കൈ ഉയർത്താൻ വയ്യ, താഴ്ത്താൻ വയ്യ. പിന്നെ അതിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഡ്രെയിനേജ് പൈപ്പാണ്. എന്നിട്ട് അതും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഡ്രെയിനേജ് ഈ ട്യൂബിലുണ്ടല്ലോ നമ്മുടെ ഈ അകത്തുള്ള വേസ്റ്റ് ഒക്കെ ഇതിൽ കൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പം ഈ ചില കട്ടിയായിട്ടുള്ള വേസ്റ്റേജ് വരും, അത് കയറി ഇത് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയി കഴിയുമ്പോൾ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ വേണം ഇത് ക്ലീൻ ചെയ്ത് തരാൻ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെയിനും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് ചില സമയത്ത് ഇത് കയറി അടഞ്ഞിട്ട് ഈ ട്യൂബ് അവിടുന്ന് വിട്ടുപോകും. അങ്ങനത്തെ അവസ്ഥയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ആ ഭാഗത്ത് ചിലപ്പം ബലക്കുറവുള്ളത് കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴും എൻ്റെ ട്യൂബ് അവിടുന്ന് വിട്ടുപോകുമായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഈ ട്യൂബ് ഇടണം, ട്യൂബ് ക്ലീൻ ചെയ്യണം. ഇത് ഡെയിലി ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് പൈപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേല് ഈ ഡ്രെയിനേജ് പൈപ്പ് അവിടുന്ന് ഊരിപ്പോന്നിട്ട് പിന്നെ അവർക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഹോൾ അങ്ങ് വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഈ പൈപ്പ് അതിൻ്റെ അകത്ത് നിൽക്കുന്നില്ല. സ്റ്റിച്ചിട്ട് നിർത്താൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പൊ അവര് ആ പൈപ്പ് റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു ബാക്കി അതിലെ കൂടെ തന്നെ പൊയ്ക്കോട്ടെ, സ്റ്റിച്ചൊന്നും ഇടുന്നില്ല, പോകുന്നത് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാനൊരു 25 ദിവസം എങ്ങാണ്ട് അത് ഇട്ടിരുന്നിട്ട് പിന്നെ അത് ഇങ്ങനെ മാറ്റേണ്ടി വന്നതാണ്. എന്നിട്ട് അവിടുന്ന് ഊസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടും ഇതൊക്കെയാണ്. കാരണം ഇതിന് ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഉടുപ്പും ദേഹവും ഒക്കെ ഇങ്ങനെ നനയും, എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്താ പറയുന്ന, അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ അത്രയും കഷ്ടപ്പാടായിരുന്നു അത്. പിന്നെ ഇത് മാറ്റിയതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടി തുടങ്ങിയത്. പിന്നെ കൈക്ക്, കാരണം ബ്രസ്റ്റിൽ നിന്ന് ട്യൂമർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ലിംഫ് നോഡ്സിലോട്ട് അത് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിംഫ് നോഡ്സും മാറ്റി. അപ്പൊ കൈക്ക് നല്ല ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും കൈക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കയ്യില് ഇപ്പം റൈറ്റ് കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല, പിന്നെ BP നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറേ എന്താ പറയുന്ന പ്രിസർവ്ഡ് ഹാൻഡ് ആണ് അത്. അപ്പോൾ അതിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഈ ലെഫ്റ്റ് കയ്യിലാണ്. അതുകൊണ്ട് അതിലാണെ കുത്തിയാലോട്ട് ബ്ലഡ് കിട്ടത്തില്ല, വെയിൻ കിട്ടത്തില്ല. എപ്പോഴും ഈ ലെഫ്റ്റ് കയ്യിൽ തന്നെ ഇത് ചെയ്ത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത്, ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ അനുഭവിക്കാറുണ്ട്. കാരണം വെച്ചാൽ വെയിൻ കിട്ടാതെ കുത്തി ഒരു പരുവാവും.
അത്രയും ബുദ്ധിമുട്ടാണ് ഇതിന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത്, സർജറിയും കഴിഞ്ഞു ഒരു മാർച്ച് ആയപ്പോഴേക്കും എനിക്ക് ഇത് റേഡിയേഷൻ തുടങ്ങി. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഞാൻ വിചാരിച്ച റേഡിയേഷൻ ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാ വിചാരിച്ചത്. അതിനേക്കാളും വലിയ ഇതായിരുന്നു കേട്ടോ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മാർച്ചിലാണോ ഫെബ്രുവരിയിലാണോ എന്താ ഒരു മാസത്തെ ഗ്യാപ്പിലാണ് എനിക്ക് റേഡിയേഷൻ്റെ ടൈം കിട്ടിയത്. അപ്പോൾ റേഡിയേഷന് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഈ നമ്മളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ അവര് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഈ റേഡിയേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മാർക്കൊക്കെ ചെയ്തിട്ട് റേഡിയേഷൻ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, തേർഡ് ഡേ ആയപ്പോഴേക്കും നല്ല തലവേദനയൊക്കെ വരും. റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല തലവേദനയും ഈ നോഷ്യ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം മുതൽ അപ്പൊ എനിക്ക് 30 റേഡിയേഷനാണ് പറഞ്ഞിരുന്നത്. 30 റേഡിയേഷൻ പറഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും എൻ്റെ അവിടുന്ന് സ്കിന്ന് പൊള്ളാൻ തുടങ്ങി. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഈ എൻഡ് വരെയുള്ള ഭാഗത്ത് മുഴുവൻ വൂണ്ട്, അത് ആ റേഡിയേഷൻ ചെയ്ത ഭാഗം മുഴുവൻ പൊള്ളാൻ തുടങ്ങി. ആദ്യം പൊള്ളുന്ന ഇതില് ഒരു എന്താ പറയുന്ന റേഡിയേഷന്റെ ചൂട് വന്ന് അടിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായി അത്. എന്നിട്ട് പിന്നീട് ഞാൻ റേഡിയേഷന് പോകുമ്പോഴേക്കും അവിടുന്ന് തൊലിയൊക്കെ ഇളകി തുടങ്ങി. ഈ ചൂടിന്റെ ഇതുകൊണ്ട് പിന്നെ സ്കിന്ന് മുഴുവൻ അവിടുന്ന് ഈ നമ്മുടെ ബോഡി പൊള്ളിയിട്ട് ഇളകി പോകത്തില്ലേ, ഈ കത്തിപ്പോകുന്ന ബോഡി കണ്ടിട്ടില്ലേ, അതേപോലത്തെ അവസ്ഥ. അതില് റേഡിയേഷൻ ചെയ്യുമ്പോഴാണ് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അവസാനം അവിടെ നിന്ന് എനിക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ ഇത് കണ്ടു നിൽക്കാൻ വയ്യ. കാരണം ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ആ ശരീരം കാണുമ്പോഴത്തേല് അവർക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥ. ആദ്യം എനിക്ക് ചെയ്തിരുന്നത് ഒരു മെയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു 10 ദിവസം വരെ ചെയ്തു. 10 ദിവസം വരെ ചെയ്തിട്ട് എൻ്റെ ഈ ബോഡി കണ്ടിട്ട് പുള്ളിക്ക് വല്ലാണ്ടായിട്ട് പുള്ളി ഒരു ലേഡിയെ ഏൽപ്പിച്ചു. എനിക്ക് ഇത് പറ്റില്ല, നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞിട്ട്. അവസാനം ഈ ലേഡി വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോ ദിവസവും വന്നിട്ട് പറയും, മോളെ ഇനി ഇത്രയും ദിവസവും കൂടെ അല്ലേ ഉള്ളൂ, സഹിക്ക്, കുഴപ്പമില്ല, വേറെ ആർക്കും ഇങ്ങനെ വരാറില്ല, മോൾക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല, ഇത് ശരിയാവും മോളെ, എന്തേലും ഓയിൻമെന്റ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതാകാൻ. ഓയിൻമെന്റ് ഒക്കെ ഡോക്ടർ തരുന്നുണ്ട്, അതൊന്നും ഇട്ടിട്ട് ഇതാവുന്നില്ല. കാരണം പിറ്റേ ദിവസം വീണ്ടും റേഡിയേഷൻ ഇതല്ലേ. അങ്ങനെ അവിടെയെല്ലാം 30 റേഡിയേഷൻ കഴിഞ്ഞപ്പോഴേക്കും അവിടെയെല്ലാം പഴുത്ത് തൊലിയെല്ലാം പോയി പൊളിഞ്ഞ് എനിക്കറിഞ്ഞുകൂടാതെ എൻ്റെ ശരീരം തന്നെയാണോ എന്നുള്ളത്. ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഒരു പൊള്ളിയ പാടുണ്ട്. നിങ്ങൾക്ക് കാണിച്ച് ഒരു മിനിറ്റ്, ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ആ ഒരു പൊള്ളലിന്റെ പാട് ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. ഇതുപോലെ ആണ് ഇതുപോലെയാണ് എൻ്റെ ബോഡി ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഡിയേഷൻ എടുത്ത അത്രയും ഭാഗവും ഇങ്ങനെ പൊള്ളിക്കരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ക്യാൻസർ ജേണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും അതെ, പിന്നീട് ഈ ക്യാൻസർ വന്നു പോയി, റേഡിയേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫോളോ അപ്പിന് വേണ്ടി പോകുമ്പോഴത്തേല് എൻ്റെ സർജന്റെ വക ചീത്ത പറച്ചിലും വഴക്ക് പറച്ചിലും ഒക്കെ. പക്ഷെ റേഡിയേഷനൊക്കെ ചെയ്യുന്നതൊക്കെ മെഡിക്കൽ ആ ഒരു വിഭാഗക്കാരാണ്. അപ്പൊ അവിടുത്തെ ഡോക്ടറെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ സർജൻ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത്. അപ്പം ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടൊരു കണ്ടീഷനിൽ നിന്ന് വരുന്ന
ഒരു ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്താണ് ഒരു ഡോക്ടർ ഇത്രയും മോശമായിട്ട് പെരുമാറുന്നത്. പിന്നെ 6 മന്ത് ആദ്യം എല്ലാ മന്തും എനിക്ക് ഇതുണ്ടായിരുന്നു, ഫോളോ അപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷത്തോളം എടുത്തു കുറച്ചെങ്കിലും ഈ റേഡിയേഷന്റെ പൊള്ളല് ഒക്കെ കുറച്ചൊന്ന് ഉണങ്ങി വരാൻ. എന്നിട്ട് എൻ്റെ സർജൻ തന്നെ വീണ്ടും എന്നെ പരിശോധിക്കാൻ വേണ്ടി പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പൊള്ളലും ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ റേഡിയേഷൻ കഴിഞ്ഞപ്പോഴത്തേല് റേഡിയേഷനിൽ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ എൻ്റെ ഇത്രയും സർവീസിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല, അപ്പൊ ഇതെനിക്ക് റിസർച്ചിന് അയക്കണം എന്നും പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് റിസർച്ചിനൊക്കെ അയച്ചു. എന്നിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇതില് ഇനി ഒന്നും ചെയ്യാൻ പാടില്ല, എന്തൊരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം ഭയങ്കര സെൻസിറ്റീവാണ്, അതുകൊണ്ട് ഇതിൽ ഒരു ചെറിയ സ്കാറോ ഒരു ചെറിയ മുറിവോ ഒന്നും വരാൻ പാടില്ല. എന്നിട്ട് ആണ് ഡോക്ടർ പിന്നീട് ഈ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ഡ്രെയിൻ പൈപ്പ് പോയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മുടെ കുറേ വേസ്റ്റ് ഇവിടെ ആ ഒരു നമ്മുടെ ഈ ട്യൂമർ പോയ ആ ഭാഗത്ത് അവിടെ അത് കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് കളക്ട് ചെയ്തത് ആണ് മെഡിക്കൽ ഡോക്ടർ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞത് ഡോക്ടറിനെ ഒന്ന് സർജനെ കാണിക്കണം, ഇത് ഇപ്പോഴേ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അത് പറയാൻ പോയ എൻ്റെ ഫയലാണ് ഡോക്ടർ എടുത്ത് എറിഞ്ഞത്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പുള്ളിയെ പോയി കണ്ടത്? പുള്ളിയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്? പുള്ളിയാണ് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ മാത്രം പോയാൽ മതി, ഇവിടെ വന്ന് പോരുത്. ആരോട് ചോദിച്ചിട്ട് അൾട്രാസൗണ്ട് ചെയ്തതെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫയലൊക്കെ വലിച്ചെറിഞ്ഞത്. അപ്പോൾ എന്നിട്ട് പുള്ളി അത് കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ഇത് കണ്ടുപിടിക്കുന്നത്, ഇവിടെ തടിപ്പുണ്ടെന്നുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് വെച്ചിരുന്നാൽ ആപത്താണ്, ഉടനെ തന്നെ സർജറി ചെയ്ത് മാറ്റണം. ഇത് തന്നെയാണ് മറ്റേ ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത് സർജറി ചെയ്യണം. അപ്പൊ പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്, ഇതിലൊരു ചെറിയ സ്കാർ വരുന്നത് പോലും ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും, ഇത് ഉണങ്ങാൻ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്ന ഡോക്ടർ അത് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, അത് ഉണങ്ങാതെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഡോക്ടറുടെ അടുത്ത് ഡെയിലി പോവുമായിരുന്നു. ഡോക്ടർ എനിക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഡൈക്ലോഫിനാക്ക് ചേർന്നിട്ടുള്ള ഒരു ഓയിൻമെന്റ് എനിക്ക് സജസ്റ്റ് ചെയ്തു. എന്നിട്ടും ഡോക്ടർ തന്നതല്ലേ എന്നും പറഞ്ഞ് ഞാൻ അതെടുത്ത് പുരട്ടി അവിടെ എല്ലാം പൊളിഞ്ഞ് ഞാനിനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. അത്രയുമാണ് ആ ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. എന്നിട്ടും ഞാൻ പിന്നെയും ആ ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ കോസ്മോയിൽ 12 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് അവരെന്നെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി വിട്ടതിന് ശേഷം ഞാൻ കോസ്മോയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് അറിഞ്ഞിട്ട് ഡോക്ടർ അതും പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ പൈസ ഒരുപാട് ഇരുന്നിട്ടാണ് ഇതിനൊക്കെ പോയത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ കാണിച്ചവർ. ഞാൻ എത്ര പ്രാവശ്യമാണ് പോയി കാണിച്ചത്? കൊണ്ട് കാണിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഡോക്ടേഴ്സ് മരുന്ന് തന്നാലല്ലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യാതെ ഇയാളുടെ തോന്നലാണെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടിട്ട് അവസാനം ബോധം കെട്ട് വീണ് എന്നെയാണ് ഹോസ്പിറ്റലിലോട്ട് കോസ്മോയിലോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവന്ന് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു എന്നുള്ള കുറ്റമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറയാ ഇത് ഇയാൾക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇയാൾ അവിടെ ലോഡ്ജൊക്കെ പണിത് പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ആ പൈസക്കൊക്കെ കൊണ്ട് കളയാൻ ഒരു വഴി വേണ്ടേന്ന്. അതും കൂടി കേട്ടതോടുകൂടെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തുള്ള ഫോളോ അപ്പ് നിർത്തി. പിന്നെ ഞാൻ ഇന്ന് വരെ ഇപ്പോൾ ഒരു 2019 തോന്നുന്നു ഞാൻ ലാസ്റ്റ് ആ ഡോക്ടറിനെ പോയി കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ RCC പോയിട്ടില്ല, ഒരു ട്രീറ്റ്മെന്റിനും അവിടെ ഇതാക്കിയിട്ടില്ല. ഇനി എനിക്ക് ഭാവിയിൽ ഈ അസുഖം വന്നാൽ പോലും ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകത്തില്ല. കാരണം അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്.
അതുകൊണ്ട് ഒരുപാട് രോഗികൾ അതിൻ്റെ അകത്ത് സഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ട്രീറ്റ്മെന്റ് കിട്ടുന്നതല്ല, അവർക്ക് കിട്ടുന്ന ഡോക്ടേഴ്സിന്റെ ഒരു ഇതുപോലിരിക്കും അവരുടെ വെച്ചാൽ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി 50% ട്രീറ്റ്മെന്റ് നമ്മളെ ക്യൂർ ചെയ്യുമ്പം 50% ഒരു ഡോക്ടറുടെ പെരുമാറ്റമാണ് നമ്മളെ ക്യൂർ ചെയ്യുന്നത്. അതും അപ്പോൾ ആ ഒരു നല്ല ഡോക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 100%ഉം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അങ്ങനെ RCCയിൽ ഒരുപാട് നല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. ഞാനിന്നും വിശ്വസിക്കുന്നു ആ ഡോക്ടറിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നതെന്നുള്ളത്. സർജൻ ചെയ്തിട്ടില്ലെന്നല്ല, സർജൻ സർജറി ഒക്കെ ചെയ്തു. പുള്ളി എനിക്ക് എനിക്ക് ഏറ്റവും വലിയ പേടിയായിരുന്നു എൻ്റെ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യൂ എന്നുള്ളത്. ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈശോയുടെ അടുത്ത് വരെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എത്ര വേണേലും എന്നെ ശിക്ഷിച്ചോ, എത്ര വേണമെങ്കിലും എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചോ, ഞാൻ സഹിച്ചോളാം, പക്ഷെ എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ പാടില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ ഈശോയുടെ അടുത്ത് വരെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ സർജന്റെ ഒരൊറ്റ ഇത് തന്നെയായിരുന്നു. കാരണം എല്ലാവരും പറയും ബ്രസ്റ്റ് ഫുള്ളി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് അസുഖം തിരിച്ചു വരില്ല. അങ്ങനെയൊന്നുമില്ല, അസുഖത്തിന് എപ്പോൾ വേണേലും തിരിച്ചു വരാം. അപ്പോൾ ഇത് ഫുള്ളി റിമൂവ് ചെയ്തിരിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ഈ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അറിയത്തില്ല. കാരണം അപ്പോഴ് രോഗം മാറാൻ വേണ്ടിയിട്ട് ഇത് പോയി കഴിഞ്ഞിരുന്നാലും പിന്നീട് അവരാണ് അവരുടെ ശരീരം കാണുന്നത്. കുളിക്കാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും ഒക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് അവർക്കേ അറിയുള്ളൂ, ഈ പുറമേ നിൽക്കുന്നവർക്ക് അറിയില്ല. അപ്പോൾ അതും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അങ്ങനെ അതുകൊണ്ട് അതിൽ നിന്ന് ഒത്തിരി ഡിപ്രഷൻ ഉണ്ടായിട്ട് ഭ്രാന്തായിട്ട് പോയിട്ടുള്ള മനുഷ്യരും ഉണ്ട് RCC. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഈ ഡോക്ടർ കഴിവതും ഒരാളുടെയും ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ നോക്കത്തില്ല. ട്യൂമർ മാത്രം, മാക്സിമം ട്യൂമർ മാത്രം എടുത്ത് കളയാൻ നോക്കും. പിന്നെ തീരെ പറ്റാത്ത കണ്ടീഷനിൽ മാത്രമേ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുള്ളൂ. അങ്ങനെ എൻ്റെ ബ്രസ്റ്റും ഡോക്ടർ റിമൂവ് ചെയ്തില്ല. എന്തോ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിനോട് വരെ ഞാൻ പോയി നിന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ദൈവം എന്നോട് ഒരല്പം കരുണ കാണിച്ചു. സർജറി സമയത്ത് ഫ്രോസൺ ബയോപ്സി ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ട്യൂമറും ലിംഫ് നോട്ട്സും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ക്യാൻസർ ജേണി. അപ്പോൾ ഇതിപ്പോ തന്നെ ഒത്തിരി സമയമായി കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്കും അത് ബോറിംഗ് ആയിരിക്കും. ഇനിയും ഇങ്ങനത്തെ എൻ്റെ സ്റ്റോറീസ്, ഇതിൻ്റെ പിന്നാലെ പിന്നെ എനിക്ക് അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.